എല്ലാവിധ ഓഫീസ് ഫർണിച്ചറുകളുടെയും വൻ ശേഖരം. എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൗകര്യം. 20,000 സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി. ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ്, സാനിയ തിയേറ്ററിന് എതിർവശം, എരമല്ലൂർ. അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട്, എരമല്ലൂർ. 45 വർഷത്തെ പാരമ്പര്യമാണ്. കാലടി പഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു. സാമ്പത്തിക ക്രമം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാടിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കാലടിയിൽ ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പണം വരുന്നതിനേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓൺലൈൻ കച്ചവടങ്ങൾ നമ്മുടെ സാമ്പത്തിക സ്ഥിരത ഇല്ലാതാക്കും. ഈ സാഹചര്യത്തിലാണ് നാട്ടിലെ ഷോപ്പിംഗ് കോംപ്ലക്സുകളുടെയും മാളുകളുടെയും പ്രാധാന്യം വരുന്നത്. കച്ചവടം നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. റോജി എം ജോൺ MLA അധ്യക്ഷത വെച്ചു. ബെന്നി ബെഹനാൻ MP മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുതരസ്യ തങ്കച്ചൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം അനിമോൾ ബേബി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാരദ നൌഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ശാന്ത ചാക്കോ, ഷിജി വർഗീസ്, സിജു കല്ലുങ്ങൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ദേവസിക്കുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ KT എൽദോസ്, ബിനോയ് കൂരൻ, ശാന്ത ബിനു, അമ്പിളി ശ്രീകുമാർ, അംബിക ബാലകൃഷ്ണൻ, MP ആന്റണി, സെക്രട്ടറി VS വിജയലക്ഷ്മി, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജോയ് പോൾ, റന്നി പാപ്പച്ചൻ, ഷീജ സതീഷ്, PK ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും തനത് ഫണ്ടും ഉപയോഗിച്ച് 3 നിലകളിലായാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. പുറകുവശത്താണ് ആധുനിക രീതിയിലുള്ള ബസ് ബേ നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാലടി.